ഇവിടെ നിക്ക്. അമ്മ വീട്ടിൽ കൊണ്ടുവരാമല്ലോ. അമ്മമ്മക്ക് വയ്യാതെ വെക്കാം. മോളെ കൂടെ ഇഞ്ചക്ഷൻ എടുക്കും ഡോക്ടർ. അമ്മയ്ക്ക് തീരെ സുഖമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഇവളെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. ഇന്നും കൂടെ ഇവിടെ നിക്കട്ടെ സീത. ഇവള് അതിനെന്താ ഇവിടെ നിക്കട്ടെ. മോൾക്ക് വാ. നല്ല മോളല്ലേ, ഇന്നും കൂടെ ഇവിടെ നിക്ക്. അമ്മ പോയിട്ട് വരട്ടെ. വാ, അന്റെ കടയിൽ പോയി മുട്ടായൊക്കെ മേടിച്ചു തരാമല്ലോ. പോയിട്ട് പെട്ടെന്ന് വരാം. നമുക്ക് മുട്ടായെല്ലാം മേടിച്ചോണ്ട് വരാല്ല. നല്ല കുട്ടിയല്ലേ, വാ അതിരുത്ത് വാ. ഈ പിള്ളേരെ വിളിച്ചാലും വിളിയാക്കത്തില്ല. കുട്ടികളാണോ എന്നോ സാരില്ല സീതേ, നീ ഇവളൊക്കെ വിളിച്ചാ മതി. പോയിട്ട് വരാം സീതേ കേട്ടോ. ശരി സുശീല, നീ പോയിട്ട് പെട്ടെന്ന് വന്നാൽ മതി. അമ്മ വരുമ്പോ മുട്ടായി മേടിച്ചോടാ കേട്ടാ. പാൻറ്റീൻ്റെ കയറി പോകുമ്പോള് വാ, നമുക്ക് അകത്തോട്ട് പോവാം. വാ. അറിയാമേ, നല്ല കുട്ടികൾ കരയത്തില്ലല്ലോ. ഞാൻ ചുമ്മാ കളിച്ചമ്മ. ഇവിടെ എന്താ ഷൂട്ടിങ്ങാ കൊടുക്കാൻ വരണ്ട്. എന്തോ സൗണ്ട് അമ്മ ഇവിടെ. ഞാൻ വെറുതെ കളിച്ചമ്മ. മനുഷ്യ എത്ര നേരം കൊണ്ട് വെളിയിൽ നിന്ന് വിളിക്കുന്നത് അറിയാമോ? ആര് വിളിയാക്കാൻ? ഈ കുരിപ്പിനാരെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പൊട്ടി ഇത്ര നേരം വെളിയിൽ നിന്ന് വിളിച്ചത്. വർഷേ ചിത്രേ എന്നും പറഞ്ഞു. എന്നെന്തിനാ വിളിച്ചത്? എന്റെ പൊന്നമ്മ, എങ്ങനെ വിളിയാക്കാൻ? ഇവിടെ അത്ര ഉച്ചത്തിലൂടെ പാട്ടിട്ട് വെച്ചിരിക്കുന്നത്. ഇനി എന്റെ മണ്ട കൊണ്ട് വെച്ചോ. അതൊക്കെ പോട്ടെ മക്കളെ. സുശീലേ വീണ്ടും അവളെ അമ്മ ഹോസ്പിറ്റലായെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. മുത്തിന് ഇവിടെ ഏൽപ്പിച്ചിട്ടാ പോയത്. വൈകുന്നേരം വന്ന് വിളിക്കാന്ന് പറഞ്ഞു. അതിനെന്താ, ചിത്രം ഇവിടെ ഉണ്ടല്ലോ, അവള് നോക്കിക്കോളും. എന്റെ മണ്ട മാത്രം ഇടണ്ട. എനിക്ക് പാത്തുവിന്റെ ബർത്ത്ഡേ ആണ് വൈകുന്നേരം. എനിക്ക് അങ്ങോട്ട് പോകണം. പാത്തുവിന്റെ ബർത്ത്ഡേ? ഇന്ന് പാത്തുവിന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് ഡാൻസ് കളിക്കണം. ചിത്രേ അമ്മ, എനിക്ക് പാത്തുവിന്റെ ബർത്ത്ഡേക്ക് പോണം. അമ്മ കൊച്ചു വന്നപ്പോ നിനക്ക് പോണം അല്ലേ? പാത്തുവിന്റെ ബർത്ത്ഡേക്ക് അമ്മ അവിടെ ഡാൻസ് ഉണ്ട്. അതിനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ. എന്നാലും വൈകുന്നേരം എനിക്ക് ബർത്ത്ഡേ ഉള്ളത്. അത്ര നേരം നോക്ക്. എനിക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് കൊച്ചെ മര്യാദ അടക്കി ഒതുക്കിയിരുന്നോളാം കേട്ടാ. എന്റെ കൊല്ലാനാണ് നീ ഇങ്ങോട്ട് പറഞ്ഞത്. ഇത്രേ പറയല്ലേ പൊന്നമ്മ. എന്തിനാ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? സുശീലക്ക് വേണ്ട വീടൊന്നും ഇല്ലേ കൊണ്ടാക്കാൻ? മക്കളെ, സുശീലക്ക് നമ്മളെ വിശ്വാസത ഉള്ളതുകൊണ്ടല്ലേ മുത്തിന് ഇവിടെ കൊണ്ടാക്കണത്. അപ്പൊ നമ്മൾ നല്ലത് നോക്കണ്ടേ അവളാ? അമ്മ നോക്കിക്കോ. എനിക്ക് 100 കൂട്ടം പണികളുണ്ട്. നിങ്ങൾ ഇവിടെ കളിച്ചാണ് അങ്ങോട്ടെ. മക്കളെ മുത്തേ. എന്താ ചേച്ചി? ചിത്രയുടെ കൂടെ തന്നെ ഇരിക്കണം കേട്ടാ. ചേച്ചി ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കാം. എന്താടി കൊച്ചു നോക്കട്ടെ അങ്ങോട്ട്. എന്നിട്ട് അമ്മ തൂത്തുവാരം പറഞ്ഞാ വന്നത്. ഞാൻ പോയി തൂത്ത് അരിയിട്ടിട്ട് വരട്ടെ. ഒന്ന് പോകണ്ടേ, എനിക്ക് 1001 പണി നടക്കും. ചേച്ചി നമുക്ക് ഡാൻസ് കളിക്കാം. മര്യാദ തല്ലി കൊന്നു കേട്ടാ അതിനാ.
വരാമേ. പട്ടക്ക് തുഴഞ്ഞ് പട്ടക പട്ടിച്ച് പാണ്ടിയ പട്ട കേറി മീശ കൗണ്ടറേ ഉരച്ചു. സുശീലാന്റി വരുമ്പോഴേ മുത്തിനെ തിരിച്ചു ഏൽപ്പിക്കാനുള്ളതാണ് കേട്ടാ. കിടക്കണ ഓടിച്ചു തൂങ്ങി. അയ്യോ മുത്തേ പിടിച്ച് മര്യാദ എണീപ്പിക്കോളെ. ദൈവമേ ബസ്സിലെങ്ങനെ കയറി അന്തർക്ക്. ശരിയാക്കണം കേട്ടാ. ഉച്ചത്തിലുള്ള പാട്ട് കേട്ട് വെച്ചോണ്ട് അത് ഇരിക്കണം. ശരിയാക്കണല്ലേ? ശരി പൊത്തിയങ്ങോട്ട്.